അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കാബരി ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ പേര് കാബിലി റൈസ് എന്നാണ്. ഇതൊരു യമനി തുർക്കിയ ഭാഗത്തൊക്കെ ഉള്ള ഒരു റൈസാണ്. അതിലേക്ക് നമ്മുടെ ഒരു മലബാർ ബിരിയാണിയുടെ ഒരു ചെറിയ ഭാഗം കൂടെ ചേർത്തിട്ടൊരു ഫ്യൂഷൻ ബിരിയാണി തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു റൈസാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ഈസി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു അറേബ്യൻ ബിരിയാണി അതുപോലെ ഒരു നമ്മുടെ ബിരിയാണിയും കൂടെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് 3 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം നമുക്ക് 4 ഉള്ളിയാണ് വേണ്ടത്. അതിൽ 3 ഉള്ളി നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ ഉള്ളിക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഉള്ളി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിയിലേക്ക് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് മാറ്റാം. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് നമുക്ക് ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള ഒരു ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ മസാലയിലേക്കുള്ളതാണ്. നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ 2 പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചപ്പോൾ 2 മുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇല്ലാതെ നമുക്ക് കുറച്ച് പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 തക്കാളി നമ്മൾ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബിരിയാണീൻ്റെതാണ് ഒരു തക്കാളി സ്ലൈസ് ആക്കിയിട്ട് കൊടുക്കുക. അറേബ്യൻ ബിരിയാണീൻ്റെതാണ് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ് കേട്ടോ. അപ്പോൾ തക്കാളി ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിയുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി ഇതിൽ ചേർക്കൂല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കബ്സ മസാല അല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാല, ബിരിയാണി ചെയ്യുമ്പോൾ ചെയ്യുന്ന ഗരം മസാല തന്നെ. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. മാഗിൻ്റെ 1 ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ക്യൂബ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടെ ഞാനൊന്ന് പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് തൈര് ചേർക്കണില്ല കേട്ടോ. ഇതിലേക്ക് ചെറുനാരങ്ങ നീര് അതുപോലെ മുസമ്പി നീരും കൂടെയാണ് നമ്മൾ പുളിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ചിക്കനാണ്. സാധാരണ ബിരിയാണിയിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കുന്ന പോലെ തന്നെയാണ്. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മാഗി ക്യൂബിൽ ചെറുതായിട്ടൊരു ഉപ്പുണ്ടാവും. അത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മീഡിയം തീയിലാക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു മുസമ്പി എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ജ്യൂസും വേണം, അതിൻ്റെ തൊലിയും വേണം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില പുതിനയില അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. 1 പിടി ഇട്ടെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ചേർക്കുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ചില ഭാഗത്ത് ക്യാമറ ഒന്ന് ക്ലിയർ പോയിട്ടുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അതിങ്ങനെ ആവി അടിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച ഉള്ളിയുടെ ഒരു പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉള്ളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മസാലക്ക് നല്ലൊരു മണവും അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ ഈ പൊരിച്ച ഉള്ളി ചേർക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുസമ്പിൻ്റെ ജ്യൂസ് നമ്മൾ ദം ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് മാത്രം ഒഴിച്ച് കൊടുക്കുകയുള്ളൂ, അത് നേരത്തെ ഒഴിച്ച് വെക്കുന്നില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം ഇതിലേക്കുള്ള. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ഒരു കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, അതുപോലെ ഒരു 3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മുസമ്പിൻ്റെ തൊലി ഒരു 2 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ 1 കിലോ അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അരിയാണ്. ഒരു 20 മിനിറ്റ് ഞാൻ കഴുകി കുതിർത്ത് വെച്ച് വാരി എടുത്തിട്ടുള്ള അരിയാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കേട്ടോ. നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. നമുക്ക് ചോറ് ഞാൻ വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലെ മസാലയിലേക്ക് ഞാൻ മുസമ്പിയുടെ പകുതി ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്, പകുതി നമുക്ക് ചോറിലാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ വേവിച്ച് തന്നെ എടുക്കുക കേട്ടോ. ചോറ് ദം ആയിട്ട് നമ്മൾ ആകെ ഒരു 15 മിനിറ്റേ വെക്കുന്നുള്ളൂ. അപ്പം അതിലുള്ള ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റുക. നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി നമ്മൾ സാധാരണ ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി, മല്ലിയില, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഗരം മസാല ഒക്കെ ഓരോ ലെയറിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടെ നമുക്കിതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒത്തായിട്ടൊന്ന് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഗരം മസാലയും കപ്സ മസാലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് വേണമെങ്കിൽ എടുക്കാം, റെഡ് കളറിന് പകരം. അതുപോലെ ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ മുസമ്പി ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്, അത് ക്യാമറ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ഇനി ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ് എല്ലാം കൂടെ നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. മല്ലിയില, പുതിനയില, അതുപോലെ നമ്മുടെ മസാല. എന്നിട്ട് നമ്മൾ ലാസ്റ്റാണ് ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഓയിലാണ് ഫ്രൈ ചെയ്തതല്ലോ കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവ് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മളൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ്, ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ റൈസിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ട് സെർവ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ചൂടുള്ള കാബരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള റൈസാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മസാലേൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ റൈസ് സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഒന്നിച്ച് അങ്ങോട്ട് ചിക്കനും ചോറും കൂടെ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതുപോലത്തെ വലിയൊരു തളികയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൂപ്പർ ട്രെൻഡി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ ബിരിയാണീൻ്റെ അതുപോലെ അറേബ്യൻ ബിരിയാണിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരുപാട് സ്പൈസി ഒന്നുമല്ല.
ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളകും പച്ചമുളകൊക്കെ ഏറെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.